ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. NIOS കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിന്റെ 11ാമത്തെ അധ്യായം ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്. എന്താണ് ഫിനാൻസ്? ഏതൊക്കെയാണ് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് ആൻഡ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്? ഇറ്റ്സ് മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, ഇമ്പോർട്ടൻസ് ആർ ഡിസ്കസിങ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ഒരു അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പാറ്റേൺ തുടങ്ങാം. Capital is essential for every business. Do you agree with this statement? മൂലധനം എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകൾക്കും അല്ലെങ്കിൽ എല്ലാ സംരംഭങ്ങൾക്കും എന്താണ്, ആവശ്യ ഘടകമാണ്. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പറയണം? ഐ അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ ഒരു എന്തുകൊണ്ടാണ് നിങ്ങൾ യോജിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണ്? I agree with this statement because capital is required for beginning of every business and also need for working operations of the business. അല്ലെ, ഒരു ബിസിനസിന്റെ സംരംഭം തുടങ്ങുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ആ മറ്റുള്ള തുടർന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ഏതാവശ്യമാണ്? ഈ ഒരു ക്യാപിറ്റൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റലിനെ ലൈഫ് ബ്ലഡ് ഓഫ് എവരി ബിസിനസ് എന്ന് പറയാം. നമ്മൾ ക്യാപിറ്റലിലേക്ക് ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു മൂലധനത്തെ നമുക്ക് എന്ത് പറയാം? ഒരു ജീവരക്തമായിട്ട് തന്നെ നമുക്ക് പറയാം. ക്യാപിറ്റൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ സ്ഥിര മൂലധനമെന്നും പ്രവർത്തന മൂലധനമെന്നും എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എന്താണ് സ്ഥിര മൂലധനം? ഫിക്സഡ് ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് invested in purchase of fixed asset that used to be in long period of time in business. ഒരു ബിസിനസ്സിലെ ദീർഘകാല ആവശ്യങ്ങൾക്കായിട്ട് സ്ഥിര ആസ്തികളിൽ നിക്ഷേപിക്കുന്ന ഒരു എമൗണ്ട് ആണ് ഇത്, ഒരു ഫണ്ടാണ് ഇത്, ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ? ഇറ്റ്സ് ആൾസോ ഹെൽപ്പിംഗ്, കൂടാതെ എന്തിനു സഹായിക്കുന്നുണ്ട്? പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, റോ മെറ്റീരിയൽസ്, പ്ലാന്റ് ആൻഡ് മിഷനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇവയൊക്കെ വാങ്ങിക്കാൻ ഏതാവശ്യം, ഉപയോഗിക്കാം? ഈ ഒരു ക്യാപിറ്റൽ ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ബിസിനസ്, എക്സ്പാൻഷൻ ഓഫ് ദ ബിസിനസ്, ഒരു ബിസിനസിന്റെ ആധുനികവൽക്കരണത്തിനും വിപുലീകരണത്തിനും ഏത് യൂസ് ചെയ്യാം? ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. സോ ഇനി നമ്മൾ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. സോ ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ എവരി ബിസിനസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? മൂലധനം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് ആവശ്യ ഘടകം തന്നെയാണ്. 4 or 5 മാർക്കിന് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ് ഇത്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3: ഷോർട്ട് ടേം ക്യാപിറ്റൽ, മീഡിയം ടേം ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ. എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഒരു വർഷത്തിൽ കവിയാത്ത ബിസിനസിന്റെ ധനപരമായ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫണ്ടാണ് ഏത്? ഈ ഒരു ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഏതൊക്കെ പറയാം? ഉദാഹരണമായിട്ട് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് പറയാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പറയാം, റോ മെറ്റീരിയൽസ് പറയാം. ഇതൊക്കെ ഏതാണ്? ഈ ഒരു ഷോർട്ട് ടേം ഫണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി മീഡിയം ടേം ഫണ്ട് ആണെങ്കിലോ, ക്യാപിറ്റൽ ആണെങ്കിലോ, ഒരു വർഷത്തിൽ കൂടുതലും 5 വർഷത്തിൽ കവിയാത്തതുമായിട്ടുള്ള, നോട്ട് എക്സീഡിങ് 5 years, മോർ ദാൻ 5 years, ബിസിനസിന്റെ ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണ് ഇത്, ഈ ഒരു മീഡിയം ടേം ഫണ്ട് എന്ന് പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ആണെങ്കിലോ ദീർഘകാല ആവശ്യങ്ങൾക്ക്, ബിസിനസിന്റെ ദീർഘകാല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടുകളാണ് ഇത്, ഈ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഷെയർസ്. ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം? ഹൗ ടു റൈസ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്? ഫോർ ഇഷ്യൂയിങ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് എക്സെട്ര. അതായത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ ബോണ്ടുകളോ ഇറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോങ് ടേം ക്യാപിറ്റൽ എന്ത് ചെയ്യാം? റേസ് ചെയ്യാം. ഹൗ ടു ഫൈൻഡ് മീഡിയം ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്? എങ്ങനെയാണ് നമ്മൾ ഈ ഇടത്തരം ഫണ്ടുകൾ കണ്ടെത്തുന്നത്? ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അല്ലെ, വാണിജ്യ ബാങ്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോൺസ് എടുക്കാം. പിന്നെയോ അതുപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റ്സ്, ഇതൊക്കെ ഏതിന് സഹായിക്കുന്നുണ്ട്? ഈ ഒരു മീഡിയം ടേം ലോൺ കണ്ടെത്തുന്നതിന്, റേസ് ചെയ്യുന്നതിന് ഒരു ബിസിനസ് മാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ റേസിംഗ് ഷോർട്ട് ടേം ക്യാപിറ്റൽ?
ഹ്രസ്വകാല സാമ്പത്തിക ഉറവിടം കണ്ടെത്തുന്നതിനുള്ള മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ക്രെഡിറ്റ്, ട്രേഡ് ക്രെഡിറ്റ്, ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്, അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ്, ഫാക്ടറിംഗ്. എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഫോർ റേസിംഗ് ഷോർട്ട് ടേം ക്യാപിറ്റൽ. ഇങ്ങനെയും ചോദിക്കാം. ഏതെങ്കിലും 2 മെത്തേഡുകൾ എഴുതാൻ പറയുകയാണ് നിങ്ങളടുത്ത്. ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് പ്രൊവൈഡ്സ് മെനി ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ ആർക്കാണ്? ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെ? വ്യാപാര സംരംഭങ്ങൾക്കായിട്ട് ഒരുപാട് ഹ്രസ്വകാല വായ്പകൾ ആര് നൽകുന്നുണ്ട്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ഫോർ ദ കറന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് അല്ലെ? അവർക്കാണ് ആര് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കറന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ്. ഹെൽപ്സ് ടു ബിഗിനിങ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ തുടക്കത്തിൽ സഹായിക്കുന്നത് ഏതാണ്? ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് കിഴിച്ചു നൽകാറുണ്ട് ബാങ്കുകൾ. അതുപോലെ തന്നെ മറ്റൊരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണ് ഇത് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ട്രേഡ് ക്രെഡിറ്റ് റെഫേഴ്സ് ടു ക്രെഡിറ്റ് ഗ്രാൻസ് ടു ദ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഫോർ സപ്ലയേഴ്സ് ടു പർച്ചേസ് റോ മെറ്റീരിയൽസ് എക്സെട്ര. അതായത് മാനുഫാക്ചേഴ്സ് ആർക്ക് നൽകുകയാണ്? സപ്ലയേഴ്സിന് നൽകുന്ന ക്രെഡിറ്റ് ആണ് ഇത് ഈ ഒരു ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. 30 ദിവസം മുതൽ 90 ദിവസം വരെയാണ് എന്ത് നൽകുന്നത്? ഈ ഒരു ക്രെഡിറ്റ് ആര് നൽകുന്നത്? മാനുഫാക്ചേഴ്സ് നൽകുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ആപ്പുകളിൽ ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. വേഗം ജോയിൻ ചെയ്തോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക്, നാഷണൽ അക്കാദമിയിലേക്ക്. താങ്ക്